സഹായം വളരെ കുറവായി പോയി എന്നുള്ളൊരു പരാതി എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അല്ല, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തന്നെയാണ് നിങ്ങളതിനെ കണ്ടത്. SACI ലോൺ 529 കോടി രൂപ പറയുമ്പോൾ ലോണാണെങ്കിലും 50 വർഷക്കാലം കൊണ്ട് തിരിച്ചടക്കേണ്ട തുകയാണ് 529 കോടി രൂപ. SDF സെൻട്രൽ ഷെയർ 153 കോടി രൂപ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. PDNA ഷെയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 260 കോടി രൂപ. ബഹുമാനപ്പെട്ട കോടതി ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ലഭിച്ചിട്ടുള്ള 120 കോടി രൂപ. കൂടാതെ ഇത് മാത്രം 1079 കോടി രൂപ. ഏതൊക്കെ സെക്ടറിൽ വന്നു എന്നുള്ളതിനപ്പുറം 1079 കോടി രൂപ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണമെത്തിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ നമുക്കറിയാം 773 കോടി രൂപ CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാളികളായ സാധാരണക്കാർ ഈ നാടിനെ മുണ്ടക്കയും ചൂരൽമലയും സഹായിക്കുവാനായി ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ടുമ്പോൾ 1800 കോടി രൂപ വരും. എന്തു ചെയ്തു സംസ്ഥാന സർക്കാർ? എന്താണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ പറഞ്ഞ തുക കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. ആ തുക കുറഞ്ഞു പോയെന്ന് പറയുന്ന 260 കോടി രൂപ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇവർ കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റിൽ ഞാൻ ഇന്ന് രാവിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരോട് സംബന്ധിച്ചു എന്താണ് ഇതിൻ്റെ വിശദാംശം പാർട്ടിയോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അവരെ അടിച്ചു പറഞ്ഞ് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടുന്ന് കൊടുത്തിട്ടുള്ള കണക്കുള്ള പൈസ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാഹചര്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 402 കുടുംബങ്ങളാണ് ഭവനരഹിതരായത്. അവർക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന് 300 കോടി രൂപ അടുത്ത് ചിലവാകുമെന്നാണ് പറയുന്നത്. എന്തുവാട്ടെ 300 കോടിയിൽ നിന്ന് തന്നെ കൂട്ടിക്കോ. ബാക്കി പണം സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ പുനരധിവാസത്തിന് ശേഷം പുനർനിർമ്മാണത്തിന് ശേഷം ഇത് പറഞ്ഞാൽ കേൾക്കാൻ ഞങ്ങൾക്കൊരു രസമുണ്ട്. പക്ഷേ 1079 കോടി രൂപ ഞാൻ ഉറപ്പിച്ചു, ഞാൻ ആരെ വേണമെങ്കിലും ഇതിന് സംഭാവനത്തിന് തയ്യാറാണ്. 1079 കോടി രൂപ കേന്ദ്ര പൂളിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഇതുവഴി ലഭിച്ചിട്ടുണ്ട്. ആ പണം ഉൾപ്പെടെയുള്ളത് ഇതുവരെ സംസ്ഥാന സർക്കാർ എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്? CMDRFിൽ കിട്ടിയിട്ടുള്ള 773 കോടി രൂപയിൽ എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്? നമുക്കറിയാം 2018-ലും 19-ലും ഒക്കെ നടന്ന പ്രളയത്തിൻ്റെ മറവിൽ ഇവിടെ നടന്നിട്ടുള്ള CMDRFിൽ നിന്നും പണം ചെലവഴിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് കഴിഞ്ഞ കാലത്ത് ഒത്തിരി പുറകോട്ടൊന്നും പോകണ്ട. ഇതേ സത്യം പറഞ്ഞാൽ ഒരു നരവേട്ടക്കാരനാണ് അദ്ദേഹം. ഒരു സംശയം വേണ്ട. അദ്ദേഹം ഈ ദുരന്തങ്ങളെ മുതലെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ. ദുരന്തങ്ങൾ വരികയും ആ ചെലവിൽ ജീവിക്കാൻ സർക്കാർ ഇപ്പോൾ നടക്കുകയാണ്. ഇവരുടെ ഒരു വളരെ മോശമായ ഒരു പ്രവണത. ഇതിന് എന്താണ് ഇവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നു. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് നമ്മൾ PDNA കൊടുത്തിരിക്കുന്നത് 2221 കോടിയാണല്ലോ PDA പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പക്ഷേ ഡയറക്റ്റ്ലി സഹായം എന്ന് പറഞ്ഞ് വയനാടിന് വേണ്ടി സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് 260 കോടിയാണ്. ബാക്കിയുള്ളതൊക്കെ വായ്പയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഈ പ്രശ്നങ്ങളില്ല. അപ്പോൾ അസമിന് കൊടുക്കുന്നു 1000 കോടിയുണ്ട്, പിന്നെ ബീഹാറിന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ 153 കോടി അല്ല, 1000 കോടി മോദി നേരിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ അസമിന് കൊടുത്തത് 1000 കോടിയല്ലേ? എല്ലാ സ്റ്റേറ്റിനും പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾക്ക് വലിയ കേന്ദ്ര സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ഇതിൻ്റെ പേരിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞില്ല 1079 കോടി രൂപ ഇപ്പോൾ പറഞ്ഞില്ല, നിങ്ങൾ ലോണെന്ന് പറഞ്ഞു. 529 കോടി രൂപയ്ക്ക് ഒരു സംസ്ഥാന സർക്കാർ ഒരു വർഷം അടയ്ക്കേണ്ടത് 50 വർഷത്തെ ഒരു വർഷം അടയ്ക്കേണ്ടത് 10 കോടി രൂപയിൽ താഴെയാണ്. ആ പണം പോരെ? പിന്നെ ഈ കൊടുത്തേക്കുന്ന പൈസ ഇവരെന്താ ചെയ്തേക്കുന്നത്? അല്ല, നമ്മൾ സഹായം നേരിട്ട് ഈ നരഭോജിയായി മാറരുത്.